ഹായ് ഫ്രണ്ട്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ഇൻഡോ ലേണിംഗ്. ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് യൂണിറ്റ് 1ലെ എ ഫ്രണ്ട് എന്ന കവിതയുടെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സും ആക്ടിവിറ്റീസുമാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ഡിയേഴ്സ്, ലെറ്റ്സ് എക്സ്പ്ലോർ ദ പോം. നമുക്ക് ഈ പോം ഒന്ന് പരിശോധിക്കാം. നോക്കൂ, ഇവിടെ നമുക്ക് 4 ക്വസ്റ്റ്യൻസ് നൽകിയിട്ടുണ്ട്. നമുക്ക് ഓരോന്നും പരിശോധിക്കാം. ഹൂ ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്? ആരാണ് നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത്? വൈ ഈസ് യുവർ ഫ്രണ്ട് ഇമ്പോർട്ടന്റ് ടു യു? നിങ്ങളുടെ സുഹൃത്ത് നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതാവുന്നത് എന്തുകൊണ്ടാണ്? നോക്കൂ, ആരാണ് നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത്? യെസ്, മൈ ഫ്രണ്ട് ഈസ് അരുൺ. എന്റെ സുഹൃത്ത് അരുൺ ആണ്. ഇല്ലെങ്കിൽ നമുക്ക് മൈ ബെസ്റ്റ് ഫ്രണ്ട് ഈസ് അരുൺ. എന്റെ ഏറ്റവും നല്ല സുഹൃത്ത് അരുൺ ആണ്. ഹി, അവൻ, ഓൾവേസ് ഹെൽപ്സ് ആൻഡ് സപ്പോർട്ട്സ് മീ ഇൻ ടൈംസ് ഓഫ് നീഡ്. അവൻ എന്നെ ആവശ്യമുള്ള സമയങ്ങളിൽ, ഇൻ ടൈംസ് ഓഫ് നീഡ്, ആവശ്യമുള്ള സമയങ്ങളിൽ എപ്പോഴും സഹായിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും, അതായത് പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. വാട്ട് ഡു യു ലേൺ അബൌട്ട് എ ഗുഡ് ഫ്രണ്ട് ഫ്രം ദ പോം? ഈ കവിതയിൽ നിന്നും ഒരു നല്ല സുഹൃത്തിനെ കുറിച്ച് നിങ്ങൾ എന്താണ് പഠിച്ചത് അഥവാ എന്താണ് മനസ്സിലാക്കിയത്? ഫ്രം ദ പോം ഐ ലേൺ ദാറ്റ് എ ഗുഡ് ഫ്രണ്ട് ഷെയർസ് അവർ ഹാപ്പിനെസ് ആൻഡ് സാഡ്നെസ്, സ്റ്റേസ് വിത്ത് us and prays for our success. From the poem, ഈ കവിതയിൽ നിന്നും ഐ ലേൺ, ഞാൻ പഠിച്ചത്, ദാറ്റ് എ ഗുഡ് ഫ്രണ്ട് ഷെയർസ് അവർ ഹാപ്പിനെസ് ആൻഡ് സാഡ്നെസ്. ഒരു നല്ല സുഹൃത്ത് നമ്മുടെ സന്തോഷവും ദുഃഖവും പങ്കുവെക്കുന്നു. സ്റ്റേസ് വിത്ത് us, നമ്മുടെ കൂടെ നിൽക്കുന്നു. ആൻഡ് പ്രേസ് ഫോർ അവർ സക്സസ്, നമ്മുടെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാമാണ് ഒരു നല്ല സുഹൃത്ത് എങ്ങനെയായിരിക്കുമെന്ന് നമ്മൾ ഈ കവിതയിൽ നിന്നും മനസ്സിലാക്കിയത്. തേർഡ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ഫ്രണ്ട്സ് പ്രസൻസ് മേക്ക് യുവർ ലൈഫ് മോർ സെക്യൂർ? പ്രസൻസ് എന്നാൽ സാന്നിധ്യം എന്നാണ് അർത്ഥം. സെക്യൂർ എന്നാൽ സുരക്ഷിതത്വം എന്നാണ് അർത്ഥം. അതായത് നിങ്ങളുടെ സുഹൃത്തിന്റെ പ്രസൻസ് അഥവാ സാന്നിധ്യം നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ് കൂടുതൽ സുരക്ഷിതമാക്കുന്നത്? നോക്കൂ, ആൻസർ നോക്കൂ. ഐ ഫീൽ കംഫോർട്ട് ആൻഡ് സേഫ്റ്റി വെൻ മൈ ഫ്രണ്ട് ഈസ് വിത്ത് മീ. എനിക്ക് എന്റെ സുഹൃത്ത് അടുത്തുള്ളപ്പോൾ ആശ്വാസവും സുരക്ഷിതത്വവും തോന്നുന്നു. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദി പോം എൻകറേജ് അസ് ടു ബി ഗുഡ് ഫ്രണ്ട്സ്? നല്ല സുഹൃത്തുക്കളാകാൻ ഈ കവിത നമ്മെ എങ്ങനെയാണ് എൻകറേജ് ചെയ്യുന്നത് അഥവാ പ്രോത്സാഹിപ്പിക്കുന്നത്? ദ പോം എൻകറേജസ് us to be kind and help our friends. It shows that a good friend care for each other. The poem encourages to be kind and help our friends. ഈ കവിത നമ്മെ ദയ കാണിക്കാനും സുഹൃത്തുക്കളെ സഹായിക്കാനും പ്രോത്സാഹിപ്പിക്കുന്നു. ഇറ്റ് ഷോസ് ദാറ്റ് എ ഗുഡ് ഫ്രണ്ട് കെയർ ഫോർ ഈച്ച് അതർ. നല്ല സുഹൃത്തുക്കൾ പരസ്പരം കെയർ ചെയ്യുന്നു അഥവാ ശ്രദ്ധിക്കുന്നു എന്നാണ് ഇത് കാണിക്കുന്നത്. ആക്ടിവിറ്റി 1, വാട്ട് ആർ ദി ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ഫ്രണ്ട്? ഒരു നല്ല സുഹൃത്തിന്റെ ഗുണങ്ങൾ എന്തെല്ലാമാണ്? കംപ്ലീറ്റ് ദി വേർഡ് വെബ് ഗിവൺ ബിലോ. താഴെ തന്ന വേർഡ് വെബ് പൂർത്തീകരിക്കുക. ഹെൽപ്പിംഗ് സഹായിക്കുന്ന, ലവിംഗ് സ്നേഹിക്കുന്ന, ഹോണസ്റ്റി സത്യസന്ധതയുള്ള, പ്രേയിങ് പ്രാർത്ഥിക്കുന്ന, ലോയൽറ്റി കൂറുള്ള, ഷെയറിംഗ് പങ്കുവെക്കുന്ന. ഇതെല്ലാമാണ് ഒരു നല്ല സുഹൃത്തിന്റെ ക്വാളിറ്റീസ്. കൂട്ടുകാർക്ക് ഇനിയും വേണമെങ്കിൽ ധാരാളം കണ്ടെത്തി എഴുതാം. ആക്ടിവിറ്റി 2, റീഡ് ദി ലൈൻസ് ഓഫ് ദി പോം. കവിതയുടെ വരികൾ വായിക്കുക. നമുക്കിവിടെ 2 വരികൾ തന്നിട്ടുണ്ട്. നോക്കൂ, എ ഫ്രണ്ട് ഈസ് വൺ ഹു സ്റ്റാൻഡ്സ് ടു ഷെയർ യുവർ എവറി ടച്ച് ഓഫ് ഗ്രീഫ് ആൻഡ് കെയർ. ഇവിടെ നോക്കൂ, ദ വേർഡ്സ്
കെയർ ആൻഡ് ഷെയർ എൻഡ് വിത്ത് ദി സെയിം സൗണ്ട്. അതായത് ഇവിടെ ഷെയർ എന്ന വേർഡും കെയർ എന്ന വേർഡും ഒരേ ശബ്ദത്തിലാണ് അവസാനിച്ചത്. നോക്കൂ, ഷെയർ റ് ശബ്ദം, കെയർ റ് ശബ്ദം. ദേ ആർ കോൾഡ് റൈമിംഗ് വേർഡ്സ്. അവയെ റൈമിംഗ് വേർഡ്സ് എന്നാണ് വിളിക്കുന്നത്. അതായത് ഒരേ ശബ്ദത്തിൽ അവസാനിക്കുന്ന വാക്കുകളെ റൈമിംഗ് വേർഡ്സ് എന്നാണ് പറയാറുള്ളത്. സിമ്പിൾ ആയിട്ട് പറയുമ്പോൾ വേർഡ്സ് എൻഡിങ് വിത്ത് ദ സെയിം സൗണ്ട്, ഒരേ ശബ്ദത്തിൽ അവസാനിക്കുന്ന വാക്കുകൾ. ഫൈൻഡ് ഔട്ട് കണ്ടെത്തുക മോർ റൈമിംഗ് വേർഡ്സ് ഫ്രം ദ പോയം. ഈ കവിതയിൽ നിന്നും കൂടുതൽ റൈമിംഗ് വേർഡ്സ് കണ്ടെത്തുക. അതായത് ഒരേ ശബ്ദത്തിൽ അവസാനിക്കുന്ന വാക്കുകൾ കണ്ടെത്തുക. നമുക്ക് കവിതയിലൂടെ പോകുമ്പോൾ നമുക്ക് കാണാം ചോയ്സ്, വോയിസ്, വിം, ഹിം, സ്മോൾ, ടോൾ, ടേൺ, കൺസേൺ, ബി, സി, ടെൽ, വെൽ, ഫ്രണ്ട്, എൻഡ്. ആക്ടിവിറ്റി 3. യു ഓൾ ഹാവ് ഫ്രണ്ട്സ്. ഹാവിന്റ് യു? നിങ്ങൾക്കെല്ലാം സുഹൃത്തുക്കളുണ്ട്, ഇല്ലേ? ഡു യു നോ ദ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ഓഫ് യുവർ ഫ്രണ്ട്സ്. നിങ്ങൾക്കറിയാമോ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും? ആസ്ക് യുവർ ഫ്രണ്ട്സ് അബൌട്ട് ദെയർ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്. നിങ്ങളുടെ സുഹൃത്തുക്കളോട് അവരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ചോദിക്കുക. ആൻഡ് റൈറ്റ് ദം ഇൻ സ്പേസ് പ്രൊവൈഡഡ്. താഴെ നൽകിയിട്ടുള്ള സ്ഥലത്ത് അവ എഴുതുക. An example is given for you. ഒരു ഉദാഹരണം നിങ്ങൾക്ക് വേണ്ടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കൂ, ടോമി ലൈക്സ് ഫുട്ബോൾ. ടോമി ഫുട്ബോൾ ഇഷ്ടപ്പെടുന്നു. ഹി ഡസന്റ് ലൈക്ക് ക്രിക്കറ്റ്. ഹി ഡസ് നോട്ട് ലൈക്ക് ക്രിക്കറ്റ്. അവൻ ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നില്ല. ഇവിടെ നമ്മൾ കുറച്ച് എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. അരുൺ ലൈക്സ് ആപ്പിൾ. ഹി ഡസ് നോട്ട് ലൈക്ക് ബനാന. അരുൺ ആപ്പിൾ ഇഷ്ടപ്പെടുന്നു, ബനാന ഇഷ്ടപ്പെടുന്നില്ല. ജോൺ ലൈക്സ് റൈസ്. ഹി ഡസ് നോട്ട് ലൈക്ക് ഗീ റൈസ്. മിനി ലൈക്സ് ദോശ. ഷീ ഡസ് നോട്ട് ലൈക്ക് ചപ്പാത്തി. അനൈ ലൈക്സ് സ്റ്റോറീസ്. ഹി ഡസ് നോട്ട് ലൈക്ക് പോംസ്. നിയ ലൈക്സ് ഡാൻസിങ്. ഷീ ഡസ് നോട്ട് ലൈക്ക് സിംഗിങ്. മേരി ലൈക്സ് പാരറ്റ്. ഷീ ഡസ് നോട്ട് ലൈക്ക് ക്രോ. Manu likes white. He does not like black. Rani likes meat. She does not like milk. Sanu likes cricket. He does not like basketball. Lalu likes painting. He does not like writing. കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഡിയേഴ്സ്.